ഹായ് ഡിയേഴ്സ്, 2026 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യനുമായി ടീച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിയാൽ ഔട്ട് ഓഫ് NCERT എന്ന് തോന്നും. നമുക്കിതുപോലെ നമ്മൾ മുന്നേയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലൊരു ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ആഡിങ് ദ പോളിയെ ടെയിൽ ടു യൂകാരിയോട്ടിക് mRNA ഈസ് എന്ന് പറഞ്ഞിട്ട് RNA പോളിമറേസ്, DNA പോളിമറേസ്, RNA ലിഗേസ്, ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ളതാണ്. പക്ഷെ പോളിയെ പോളിമറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം, ആ ഒരു ടേം NCERT ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട് ടെക്സ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് തോന്നും. ഇനി ചെറുതായിട്ടാണെങ്കിൽ പോലും നമുക്ക് ഉറപ്പായിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. അതങ്ങനെയാണ്. NCERT ഇല്ലാത്ത എന്തെങ്കിലും വേർഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഡ്സ് വെച്ച് ഓപ്ഷൻ ഇടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മറ്റു ഓപ്ഷൻസൊക്കെ വെച്ചിട്ട് ഉറപ്പായിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. അത്തരത്തിൽ മാത്രമേ ഇവർ NCERT പുറത്തുനിന്ന് എന്തെങ്കിലും വേർഡ്സ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആ തരത്തിലെ തരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇത് പ്രോസസ്സിങ് ഓഫ് HNRNA ടു mRNA ഇൻ യൂകാരിയോട്സ് എന്നുള്ളൊരു പോർഷനിലാണ്. അപ്പോൾ ഈ പോളി അഡിനിലേറ്റ് റെസിഡ്യൂസ് HNRNA 3' എൻഡിൽ പോളി അഡിനിലേറ്റ് റെസിഡ്യൂസ് ആഡ് ചെയ്യുന്നത് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് മാനറിലാണ് എന്ന് NCERT എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഏത് എൻസൈമാണ് അത് ചെയ്യുന്നതെന്നൊന്നും പറയുന്നില്ല. RNA പോളിമറൈസ് എൻസൈം ആണ് അതങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ടെംപ്ലേറ്റ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. DNA ടെംപ്ലേറ്റിന് കോംപ്ലിമെൻ്ററി ആയിട്ട് മാത്രമേ RNAയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് RNA പോളിമറൈസ് എൻസൈമിന് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അങ്ങ് ഒഴിവാക്കാം. ഇനി RNA ഉണ്ടാക്കാനായിട്ട് DNA പോളിമറൈസ് എൻസൈം ഒന്നും ചെയ്യുന്നില്ല. പിന്നെ RNA ലിഗേസ് എന്ന് പറയുന്നത്, അവിടെ ലിഗേസ് എന്ന് വെച്ചാൽ കഷ്ണങ്ങളെ, അതായത് ഇപ്പോൾ നമ്മൾ ഈ സ്പ്ലൈസിങ്ങിനൊക്കെയാണ് ഈ RNA ലിഗേസ്. സ്പ്ലൈസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻട്രോൺ കട്ട് ചെയ്ത് കളഞ്ഞ് എക്സോണുകളെ തമ്മിൽ ലിഗേറ്റ് ചെയ്യാനാണ് RNA ലിഗേസ്. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ നമുക്ക് ഈ പോളി അഡിനിലേറ്റ് റെസിഡ്യൂസ് ആഡ് ചെയ്യുന്ന എൻസൈമുകൾ ഒരിക്കലും ഇവർ 3 പേരും ആവില്ല. അത് 100% ഉറപ്പാണെങ്കിൽ പോളി പോളിമറൈസ് എന്ന് പറയുന്നൊരു ടേം നിങ്ങൾ NCERT കണ്ടിട്ടില്ലെങ്കിലും ഉറപ്പായിട്ട് ആൻസറായിട്ട് എടുക്കാവുന്നതാണല്ലേ. അത് തന്നെയാണ് ആൻസർ. ഇനി അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ആ ഒരു ഇവൻറ്റ് പോളി അഡിനിലേറ്റ് റെസിഡ്യൂസിനെ പോളിമറൈസ് ചെയ്ത് ടെയിലാക്കി ആഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇവൻറ്റ് ചെയ്തിരിക്കുന്നത് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ ഈ ഒരു എൻസൈമാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ വീണ്ടും ടീച്ചർ പറയുവാണ്, നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പെട്ടെന്ന് ഔട്ട് ടെക്സ്റ്റ് ആണെന്നും അത് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് എന്താ പറയുക, നമ്മളതിന് മെനക്കെടുകയല്ല. മീൻസ് ഔട്ട് ടെക്സ്റ്റ് അല്ലേ, അറ്റൻഡ് ചെയ്താൽ മാർക്ക് പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോയാൽ അത് അബദ്ധമാണ്. അങ്ങനെ തോന്നുന്ന ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾ ഒന്നിലധികം പ്രാവശ്യം വായിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും ടീച്ചർ വരും. ടിൽ ദെൻ ഗുഡ് ബൈ.